നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു ദ്രോഹവും നമ്മൾ ചെയ്തിട്ടില്ല. പാവങ്ങൾക്ക് വേണ്ടി പറ്റാവുന്ന സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ മക്കളുടെ കാര്യത്തില് നമ്മൾ പരാജയപ്പെട്ടു പോയല്ലോ സച്ചേട്ടാ. പരാജയപ്പെട്ടു പോയെന്നോ? അങ്ങനെ പറയാൻ പറ്റൂ സാവിത്രി? നമ്മുടെ മക്കൾ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇല്ലേ? അവര് നമ്മുടെ കൈവിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് പോകുന്നതല്ലേ നമ്മുടെ പരാജയം? നമ്മൾ ആഗ്രഹിച്ചെടുത്ത് അവരെത്തിയില്ലല്ലോ സച്ചേട്ടാ. അവർക്കതിനുള്ള ടൈമായി കാണില്ല സാവിത്രി. ഗോകുലിന് വിധിച്ചൊരു പെൺകുട്ടി എവിടെയോ ഉണ്ട്. സമയമാവുമ്പോ അവനും നമ്മളും അതിലേക്ക് എത്തിയിരിക്കും. അവന്റെ കാര്യത്തില് ആ ജീവൻ രാജിനെ തല്ലിയത് കേസാവൂന്നുള്ള പേടിയേ എനിക്കുള്ളൂ. അതിന്റെ പേരില് മഞ്ചാടിയായിട്ടുള്ള ബന്ധം ഇല്ലാതായി പോയത് നന്നായെന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്ദുമോളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ജ്യോത്സ്യം പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അവളുടെ കല്യാണം നടത്തിയിട്ടും സന്തോഷമുള്ളൊരു ജീവിതം അവൾക്ക് കിട്ടിയില്ലല്ലോ. എടോ, താൻ വിഷമിക്കാതിരിക്കേ. ഇന്ന് രാത്രി തന്നെ രാഹുൽ തിരിച്ചെത്തുന്ന വിശ്വനാഥൻ വിളിച്ചപ്പോ പറഞ്ഞത്. നാളെ രാവിലെ അവൻ ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പൊ നമുക്ക് വിശദമായിട്ട് അവനോട് സംസാരിക്കാം. ആദ്യം ഇന്ദുവായിട്ടുള്ള അവന്റെ കല്യാണം ഫിക്സ് ചെയ്തപ്പോ നമ്മൾ ചില ഓഫറും കാര്യങ്ങളും അവന്റെ മുമ്പിൽ വെച്ചായിരുന്നു. അവന്റെ ഉപരിപഠനത്തിനുള്ള പണം, അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ, അങ്ങനെ പലതും പറഞ്ഞായിരുന്നല്ലോ. അതേക്കുറിച്ചൊന്നും പിന്നീട് നമ്മൾ സംസാരിച്ചില്ലല്ലോ. ചിലപ്പോ അതിന്റെ ഒരു പ്രതിഷേധമായിരിക്കും അവനെ കാണിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാം. അതുപോലെ